ഫലസ്തീനിൽ സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയുള്ള കരാറിലാണ് അമേരിക്കയുടെ സാന്നിധ്യത്തിൽ ഇസ്രായേൽ ഒപ്പുവെച്ചത്. അതിനെയാണ് ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ വീണ്ടും വെടി നിർത്തൽ കരാർ ഏകപക്ഷീയമായി അതിനെ വലിച്ചു കീറിക്കൊണ്ട് അവിടെ നിറയൊഴിക്കുന്നത്, വംശഹത്യ നടത്തുന്നത്. അതിന് കാരണം ഹമാസ് ഭരണം ഏറ്റെടുക്കുന്നത് കൊണ്ടാണ്, തങ്ങൾ ആഗ്രഹിക്കുന്ന നിലയ്ക്കല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാണ് പുട്ടാതർക്ക ന്യായവുമായി ഇസ്രായേൽ രംഗത്ത് വരുന്നത്. ഇസ്രായേലിനെ തളയ്ക്കാൻ, ഇസ്രായേലിൻ്റെ കൃത്യമായ ആണവ പരീക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചു വരുന്നത് റഷ്യയും ഇറാനും തന്നെയാണ്. ഇസ്രായേലിൻ്റെ പൊതുശത്രു എന്നത് ഇപ്പോൾ റഷ്യയും ഇറാനുമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇറാനെ കൊണ്ട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് വലിയ ചോദ്യമുണ്ട്. അവിടെയാണ് റഷ്യ എന്ന ഈ രാജ്യം ഇസ്രായേലിനെ തകർക്കാൻ, പരിപൂർണമായി തകർക്കാൻ കൃത്യമായ നിലയ്ക്ക് നിൽക്കുന്നത്. 25,000 സ്ക്വയർ കിലോമീറ്റർ ചിന്നിച്ചിതറിക്കാൻ റഷ്യയ്ക്ക് അധികം സമയം വേണ്ട, കൂടുതൽ കിടന്ന് പൊളയ്ക്കണ്ട എന്നുള്ളത് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പുടിനും പുടിൻ്റെ അനുയായികളും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നും അമേരിക്ക താങ്ങുമെന്നും അമേരിക്കയുടെ മൂടുതാങ്ങികളായി നിങ്ങൾ നിന്നാൽ എക്കാലത്തും ഉയർച്ചയും നിങ്ങൾ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തും എന്നും ചിന്തിക്കുകയാണെങ്കിൽ അത് വെറും വിഡ്ഢിത്തമാണ്. ഇസ്രായേൽ ഒറ്റപ്പെടാൻ പോവുകയാണ്. സൈനിസ്റ്റ് ഭരണകൂടത്തെ മാറ്റാനും അവിടെ ഇസ്രായേലിൽ ഒരു റെജീം ചേഞ്ചിനായി തന്നെയാണ് പരമാവധി ഇറാനും റഷ്യയും കൈകോർത്ത് ശ്രമിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങളെ വിളിച്ചു ചേർക്കാൻ ഇറാന് കഴിഞ്ഞ തവണ കഴിഞ്ഞുവെങ്കിൽ അതിന് കാരണമായത് ഖത്തറിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ്. എന്നാൽ റഷ്യ ഒരുപടി മുന്നിൽ കടന്നുകൊണ്ട് അമേരിക്ക അറബ് രാജ്യങ്ങളെ വീണ്ടും സ്വാധീനിച്ച് കുപ്പിയിലാക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അമേരിക്കയുടെ ആ നീക്കങ്ങളെ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് കൃത്യമായി റഷ്യ ഒരു ഡീൽ ഏഷ്യൻ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളുമായി ഉറപ്പിക്കുകയാണ്. റഷ്യയുടെ ആ ഡീൽ എന്താണ്? ഏതൊക്കെ രീതിയിലുള്ള ചർച്ചകളാണ് ഈ അറബ് രാജ്യങ്ങളുമായി റഷ്യ ഉഭയകക്ഷി ബന്ധത്തിൽ ഊട്ടി ഉറപ്പിക്കുന്നത്? വലിയ തോതിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയം ചോദ്യം ചെയ്യുകയാണ്. എന്തായാലും ഡിപ്ലോമാറ്റുകൾ ഈ കാര്യങ്ങൾ തലങ്ങനും വിലങ്ങനും ആലോചിച്ച് ചിന്തിച്ച് തലപുകയ്ക്കുകയാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ റഷ്യയെ ഒരു രീതിയിലും സാമ്പത്തികപരമായി തകർത്ത് അവരെ മുട്ടുകുത്തിക്കാം എന്നുള്ള ട്രംപിൻ്റെ നയം വിജയിക്കുന്നില്ല, പകരം പരാജയപ്പെടുന്നതേ ഉള്ളൂ. കൂടുതൽ റഷ്യ ബ്രിക്സിൻ്റെ ഉച്ചകോടി നടത്തി ബ്രിക്സിൻ്റെ കറൻസി ഇറക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. റഷ്യ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആവുകയാണ്. ഏതൊക്കെ രീതിയിൽ ഉക്രൈനെ ആക്രമിക്കാം അതെല്ലാം തുടരുന്നതിനോടൊപ്പം തന്നെ ഇസ്രായേൽ വിഷയത്തിൽ ഫലസ്തീനുകാരെ എങ്ങനെ രക്ഷിക്കാം, ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളെ കൂടി എങ്ങനെ സഹായിക്കാം, നേരത്തെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ എങ്ങനെയായിരുന്നു സഹായിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. റഷ്യ വളരെ വ്യക്തമായി ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് സംരക്ഷണം ഒരുക്കിയെങ്കിൽ ഇപ്പോഴിതാ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളെ കൂടി റഷ്യ ഇങ്ങ് ഏറ്റെടുത്തിരിക്കുന്നു.